ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 വീഡിയോകളായിരുന്നു. അതിൽ അവസാനം നോർമൽ ലോസ്, സബ് നോർമൽ ലോസും അതുപോലെ തന്നെ നോർമൽ ഗെയിൻ എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രോബ്ലം, കുഴപ്പമില്ലാത്തൊരു പ്രോബ്ലം. നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിഷാദാണ്. ക്രിസ്ത്യൻ വാലി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വായിച്ചു നോക്കാം അല്ലെ. എ പ്രോഡക്റ്റ് പാസസ് ത്രൂ 3 പ്രോസസ്സസ്, 3 പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് ഈസ് ട്രീറ്റഡ് ആസ് റോ മെറ്റീരിയൽ ഓഫ് ദ നെക്സ്റ്റ് പ്രോസസ്. സ്വാഭാവികമായിട്ടും പ്രോസസ് അക്കൗണ്ടിന്റെ ഒരു പ്രോസസ്സിംഗ് കോസ്റ്റിങ്ങിന്റെ ഒരു ഫീച്ചറാണത്. ഒരു ഇതിന്റെ ഔട്ട്പുട്ട് മറ്റൊരു ഇതിന്റെ ഇൻപുട്ട് ആയിരിക്കും. ടു വിച്ച് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്, ഏതിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് അതിന്റെ ഇൻപുട്ടായി മാറും എന്നുള്ളതാണ്. ആൻഡ് ഔട്ട്പുട്ട് ഓഫ് തേർഡ് പ്രോസസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക്. ലാസ്റ്റ് പ്രോസസ്സ് പിന്നെ എവിടെയും വെച്ച് നിർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് പോകും. ഇനി പ്രോസസ് വണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. പ്രോസസ് വണ്ണില് മെറ്റീരിയൽ എത്രയാണ്, അതുപോലെ തന്നെ ലേബർ എത്രയാണ്, മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്രയാണ്. അതുപോലെ തന്നെ പ്രോസസ് ടൂലും ഡാറ്റ തന്നിട്ടുണ്ട്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എല്ലാം കാര്യങ്ങളും. അതുപോലെ തന്നെ നമുക്ക് പ്രോസസ് ത്രീയിലെയും ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി നോക്കുക, 10,000 യൂണിറ്റ് ഹാവ് ബീൻ ഇഷ്യൂഡ് ടു പ്രോസസ് വൺ. പ്രോസസ് വണ്ണിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 10,000 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ പ്രോസസിങ് ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് ആസ് അണ്ടർ. എല്ലാ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോന്നിന്റെയും ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. പ്രോസസ് വണ്ണിൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്, പ്രോസസ് ടൂവിൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്, പ്രോസസ് ത്രീയിൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഇൻപുട്ടുകളും എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കൃത്യമായിട്ട് നോർമൽ ലോസും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ നോ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഓർ വർക്കിംഗ് പ്രോഗ്രസ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാത്തതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എത്തും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാം, എന്നതിന് ശേഷം പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ ഔട്ട്പുട്ട് ഇൻപുട്ട് റേഷ്യോ ഒന്ന് എടുത്തു തരാം. ഓക്കെ, ഓരോന്നിലെയും ജസ്റ്റ് ഒന്ന് ഒരു വർക്കിംഗ് നോട്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. കൂടുതൽ വേണമെങ്കിൽ ഇനിയും വരക്കാമല്ലോ അല്ലെ, അവിടെ ഉണ്ട്. അത് ഇൻപുട്ട് പ്രോസസ് വണ്ണിന്റെ ഇൻപുട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്രോസസ് വണ്ണിന് 10,000 ഇൻപുട്ട് ഉണ്ട്. 10,000 ഇൻപുട്ട് ഉണ്ട്. ഇതിന് നോർമൽ ലോസ് ഉണ്ട്. എത്ര ശതമാനം? 2%. അതായത് 10,000ന്റെ 2% എന്ന് പറയുമ്പോൾ എത്ര വരും? 200 വരും. 200 വരും. സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്രയാണ്? അപ്പൊ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കൊടുക്കുക എത്ര? 9,800 ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട്, ഇത് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ട്, അത് എത്ര? അതിതാ 9,750 ആണ്. 9,750 ആണ്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തതില് എന്തുണ്ട്? ലോസ് ആണ്. അത് എന്ത് ലോസ് ആണ്? അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസ്. ഓക്കെ, അബ്നോർമൽ ലോസ്. ഓക്കെ, ഇനി പ്രോസസ് ടൂവിനെ സംബന്ധിച്ചിടത്തോളം പ്രോസസ് ടൂവിലെ ഇൻപുട്ട് എത്രയാണ്? ഇൻപുട്ട് 9,750 ആണ്. 9,750 ആണ്. അത് എവിടുന്ന് കിട്ടി? ഇതാ ആക്ച്വൽ ഔട്ട്പുട്ട് അല്ലേ മറ്റൊരിടത്തേക്ക് പോവുള്ളൂ, അതുകൊണ്ട് ഇവിടുന്ന് കിട്ടി. ഇനി ഇതിന്റെ 5% എന്ത് ചെയ്യുന്നത്? നോർമൽ ലോസ് വരുന്നത്. ഏതിന്റെ? ഈ 9,550യുടെ 5%. ഓക്കെ, അപ്പൊ നമുക്ക് 9,750യുടെ 5% നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കാണേണ്ടതുണ്ട്. അത് എത്ര വരും? 487 അല്ലെങ്കിൽ 487.5 അപ്പൊ 488 എടുക്കാം. ക്വസ്റ്റ്യൻ എത്ര എടുത്ത് ഞാൻ നോക്കട്ടെ കേട്ടോ, കൃത്യമായിട്ട് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 488, കാരണം 5% എടുക്കുമ്പോൾ അതിന് ഒരു ഭംഗി കിട്ടണ്ടേ, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ്. മറ്റേ പകുതി ലോസ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ 488 എടുക്കാം. 488. ഓക്കെ, 488. അപ്പൊ നമുക്ക് ഇനി ബാലൻസ് എത്ര വരും? 9,750ന്ന് 488 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ടടാ? 9,268 ആയിരിക്കും അല്ലെ? സോറി, 262. 262. ഓക്കെ,
9262 വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇനി ഇവിടേക്ക് കിട്ടിയ ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര? 9400 വരുന്നുണ്ട്. 9400. അപ്പൊ ഇതിൽ അബ്നോർമൽ ഗെയിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അത് എത്ര അബ്നോർമൽ ഗെയിൻ? ഞാൻ ടൈം എടുത്ത് കളയുന്നില്ല. അബ്നോർമൽ ഗെയിൻ ഇത് അവിടെ കാണുന്നുണ്ടല്ലോ. എത്ര? 138. 138. 138 നമുക്ക് എങ്ങനെ കിട്ടിയ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി പ്രോസസ് 3യുടെ കാര്യം നമുക്ക് നോക്കാം. പ്രോസസ് 3യിൽ എന്താ വന്നിട്ടുള്ളത്? ഇതിൽ തീരുമാനമായാൽ ഓരോന്നിലും എന്താണ് വരിക എന്നുള്ളത് കൺഫേം ചെയ്യില്ല. അതുകൊണ്ടാണ് 9400 ആണ് നമ്മുടെ വാല്യൂ. അതിന് നോർമൽ ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 10%. അപ്പോ അതിന് 940 നമുക്ക് എന്ത് ചെയ്യണം? നോർമൽ ലോസ് കുറയണം. അപ്പം എത്ര വരും? 9400 നിന്ന് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 940 അല്ലേ? അപ്പൊ 9400 നിന്നും 940 കുറച്ചാൽ എത്രടാ? 8460. 8460. ഓക്കെ. അതിന് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 8000 യൂണിറ്റാ കിട്ടിയിട്ടുള്ളത്. എത്ര യൂണിറ്റാ കിട്ടിയത്? 8000 യൂണിറ്റ്. അപ്പൊ ഇവിടെ എന്താണ് അവസ്ഥ? 460 അബ്നോർമൽ ലോസ് വരും അല്ലെ? അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? നമ്മുടെ പ്രോസസ് 3യിൽ ഒന്ന് കൺഫേം ചെയ്യാം നമ്മള്. 460 അബ്നോർമൽ ലോസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കുക. ഇത് ഓരോ അക്കൗണ്ടിൽ ക്ലിയർ ആക്കി വിടുക എന്ന് വെച്ചാൽ ക്ലിയർ ആക്കുക. പക്ഷെ നമുക്കൊരു ധാരണ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നേരെ പ്രോസസ് അക്കൗണ്ടിലേക്ക് പോവാലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പ്രോസസ് അക്കൗണ്ടിലേക്ക് പോവാം. ഓക്കെ. പ്രോസസ് 1 അക്കൗണ്ടിൽ യൂണിറ്റ് നോക്കുക. 10,000 യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്. നോർമൽ ലോസ് 200 ഉണ്ട്, നമ്മൾ എഴുതിയതാണ്. അതിനുശേഷം നമുക്ക് കിട്ടിയത് 9750 ആണ്. അപ്പൊ അബ്നോർമൽ ലോസ് എത്ര? 50. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി നോക്കുക ഓരോന്നിന്റെയും എമൗണ്ട്. ഇവിടെ തന്നിട്ടുള്ള എമൗണ്ടുകൾ എടുത്താൽ മതി. 40, 6, 10. അപ്പൊ 40,000 ഇവിടെ എടുത്തിട്ടുണ്ട്, 6000 ഇവിടെ എടുത്തിട്ടുണ്ട്, 10,000 എടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വന്നു? 56,000 വന്നു. ടോട്ടൽ കോസ്റ്റ് എത്ര? 56,000 വന്നു. ഓക്കെ. ഇനി നോർമൽ ഇതിന് എന്തില്ല? നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് 0 ഓക്കെ. ഇൻപുട്ട് എത്രയായിരുന്നു? 10,000 ആയിരുന്നു. ഔട്ട്പുട്ട് എത്ര? നോർമൽ ലോസ് എത്ര വരുന്നത്? 200 ആണ്. അപ്പൊ 56,000 ഡിവൈഡ് ബൈ 9,800 ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. കോസ്റ്റ് പെർ യൂണിറ്റ് ഇതാ ഇവിടെ കാണുന്നത് 56 5.712. 5.712. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അബ്നോർമൽ ലോസിന്റെ വാല്യൂ 50 ഇൻറ്റു ഇത് ചെയ്തു പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ വാല്യൂ കിട്ടി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇനി പ്രോസസ് 2ലേക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ എമൗണ്ട് പോകണം. അത് അവിടെ വന്നിട്ടുണ്ട്. 9750 വന്നു, അതിന്റെ വാല്യൂവും വന്നു. ഇനി പ്രോസസ് 2ലേക്ക് ഇവരുടെ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് സെപ്പറേറ്റ് എന്ത് ചെയ്യണം? ഇത് അവിടെ കൊടുത്തിട്ട് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ഓക്കെ. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രകാരമുള്ള നമ്മുടെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയായിരുന്നു ഇൻപുട്ട്? 488 നോർമൽ ലോസ് വരണം, എന്നിട്ട് അബ്നോർമൽ ഗെയിന് 138 വരണം. ഓക്കെ. അത് സെറ്റ് ആണെന്ന് കരുതുന്നു. അത് ഇവിടെ വന്നിട്ടുണ്ട്. 488 നോർമൽ ലോസ് വന്നിട്ടുണ്ട്. വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ആണ്. അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ നമുക്ക് അറിയില്ല, നമ്മളിപ്പോ ഇതേ കണ്ടിട്ടുള്ളൂ. ഇനി നോക്കുക, ഈ സംഖ്യകളെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തതിന് ശേഷം ഈ എന്ത് ചെയ്യുക? ഇവിടെ കുറക്കാനില്ല, അല്ലെങ്കിൽ കുറക്കായിരുന്നു. അപ്പം സബ്സ്ട്രാക്ട് എന്താണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത്രയും ടോട്ടൽ ചെയ്യുക. ഈ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്താൽ കിട്ടുന്ന ഫിഗറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? എത്രയാണോ ടോട്ടൽ? ഇതാ 89,714 മൈനസ് 0 എന്താ? സ്ക്രാപ്പ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് നമ്മുടെ ഇൻപുട്ട് 9750 മൈനസ് എത്ര? 480. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. അതാണ് നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ്. ഈ കോസ്റ്റ് പെർ യൂണിറ്റ് പ്രോസസ് 2ന്റെ ഇതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ വന്നു. അതുപോലെ തന്നെ 138നും ഇത് ചെയ്തു കഴിഞ്ഞാൽ വാല്യൂ വന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അത്ര വളരെ റിസ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പീഡ് ആക്കിയിട്ട് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇതൊന്നും വലിയ അലമ്പില്ല. എങ്ങനെ കിട്ടിയത്? കോസ്റ്റ് പെർ യൂണിറ്റ് ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തു. എന്തൊക്കെ ടോട്ടൽ ചെയ്തു? ഇതുവരെ ഇത് നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ എത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഇത് എടുക്കരുത്. ഓക്കെ. ഇതൊക്കെ നമ്മൾ കണ്ടെത്താൻ പോവാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത്രയും എടുത്ത വാല്യൂ ഇവിടെ എടുക്കാണ്ട് 0 ആയതുകൊണ്ട് എടുക്കാല്ലാത്തത്. എന്നിട്ട് ആ ക്വാണ്ടിറ്റികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും ഈ വാല്യൂസ് എന്ത് ചെയ്യണം, കണ്ടെത്തണം. അതെങ്ങനെ? ഈ രണ്ട് വാല്യൂ കണ്ടെത്തി എന്താ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇനി 9400 നമ്മൾ എന്ത് വരണം, പ്രോസസ് 3യിലേക്ക് വരണം. പ്രോസസ് 3യുടെ അവസ്ഥ എന്താ? അതിന്റെ 10% ഇങ്ങോട്ട് വരണം. പിന്നെ നമ്മൾ അബ്നോർമൽ ലോസ് കണ്ടെത്തിയിട്ടുണ്ട്, അതെന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്ത് കൊടുത്തു. യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ അല്ലെ? എന്താണ്, 9400 ഡെബിറ്റ് സൈഡിലുണ്ട്, ഇവിടെ 940 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 460 നമ്മൾ കണ്ടെത്തിയതാണ്, 8000 ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഏരിയയിലുള്ള എല്ലാ എക്സ്പെൻസസുകളും നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അത് കുറക്കണം, അത് നമുക്ക് കിട്ടിയിട്ടില്ല. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് ആ ഏരിയ ടോട്ടൽ മുഴുവൻ എമൗണ്ട്. എന്നിട്ട് 9400 940 കുറച്ച് കഴിഞ്ഞാൽ 13.8358 കിട്ടും. അത് അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ കിട്ടും. അതുപോലെ തന്നെ അത് ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഈ സെയിം സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇതോടുകൂടി ക്വസ്റ്റ്യൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചെറിയ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ എടുത്ത് ഡിസ്കസ് ചെയ്യാത്തത്. ഏതെങ്കിലും ഏരിയയിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ, അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.